ഇന്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു ടെൽ മീ എ ടൈം വെൻ യു ഫെയിൽഡ്? ഹായ് ഗൈസ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ. ഈ ആൻസർ പറയുമ്പോൾ മിക്ക കാൻഡിഡേറ്റ്സും ചെയ്യണ മിസ്റ്റേക്കാണ്. ഫെയിലിയർ ഒരു സ്റ്റോറി മാതിരി പറയും, എന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഫെയിലിയർ ചോദിക്കുമ്പോൾ മിക്ക കാൻഡിഡേറ്റ്സും തെറ്റിദ്ധരിക്കും, എന്നോട് വീക്ക്നെസ് ആണോ ഇന്റർവ്യൂവർ ചോദിക്കണേ? 90% ഓഫ് ദ കാൻഡിഡേറ്റ്സും ഈ ആൻസർ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് മേക്സ് ദം ഫീൽ വീക്ക്. നിങ്ങൾ ഈ ആൻസർ പറയുമ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് പേടിയായിരിക്കും, ഞാൻ ഈ ആൻസർ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി പോകുമോ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്റർവ്യൂവർ ഒട്ടും ബോധേഡ് അല്ല നിങ്ങൾ തോറ്റുപോയത് ഓർത്ത്. ഇന്റർവ്യൂവറിന് അറിയേണ്ടത് നിങ്ങൾ എന്ത് പാഠം, എന്ത് ലെസൺ ആണ് നിങ്ങൾ ഈ ഫെയിലിയറിന് പഠിച്ചെടുത്തത്. സോ നിങ്ങൾ ഈ ആൻസർ പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, 1-2 വർഷം ബാക്കിലത്തെ ഫെയിലിയർ വേണം നിങ്ങൾ പറയാൻ, പഴയ ഫെയിലിയർ വേണം നിങ്ങൾ പറയാൻ. 5 വർഷമോ 6 വർഷമോ മുമ്പത്തെ ഫെയിലിയർ നിങ്ങൾ പറയരുത്. റീസെൻറ്റ് ഫെയിലിയർ, അതായത് 1 or 2 years ബാക്കിൻ്റെ ഫെയിലിയർ വേണം മെൻഷൻ ചെയ്യാൻ. കാൻഡിഡേറ്റ്സ് ഹു നെയിൽ ദ ഇൻ്റർവ്യൂ ഫോക്കസ്, അവർ എന്താണ് പഠിച്ചത് ഈ ഫെയിലിയറിന്, അതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണ ആൾക്കാർ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതായത് അവർ എന്താണ് ഈ ഫെയിലിയറിന് പഠിച്ചെടുത്തത്. വൺ മോർ തിങ്, ഹൗ ദീസ് ലേണിംഗ് അപ്ലൈസ് ടു ദ ന്യൂ പൊസിഷൻ ഫോർ വിച്ച് ദേ ആർ ഇൻ്റർവ്യൂയിങ്. അതായത് അവരെങ്ങനെയാണ് ഈ ലെസൺസ്, പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പുതിയ പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് ഈ നെയിൽ ചെയ്യണ, അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ പ്രസൻറ്റ് ചെയ്യണ കാൻഡിഡേറ്റ്സ് ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് 2 സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്ത് തരാം, ഒന്ന് ഫ്രഷറിനും ഒന്ന് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനും. ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ പറയും, ഡ്യൂറിങ് എ കോളേജ് പ്രോജക്റ്റ് ഐ ഫെയിൽഡ് ടു മാനേജ് മൈ ടൈം വെൽ and we fell behind on an important feature. I worked closely with my team, divided tasks and put in extra hours. We completed the project and I learned the importance of teamwork and time management. ഇതായിരിക്കും ഒരു ഫ്രഷർ പറയുന്ന ഒരു സാമ്പിൾ ആൻസർ. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാം ആൻസർ. അടുത്തൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഇത് ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറിന് വേണ്ടിയിട്ടൊരു ഉണ്ടാക്കിയ ഒരു ആൻസറാണ്. അപ്പം ഇതാണ് സിറ്റുവേഷൻ. ഐ വാസ് ഡിസൈനിങ് ആൻ ഇമെയിലർ ഫോർ എ ക്ലൈൻറ്റ്. ടാസ്ക് ഇതായിരുന്നു, ഐ ചോസ് ഇമേജസ് അസ്യൂമിങ് ദേ ഫിറ്റ് ഹെർ എക്സ്പെക്റ്റേഷൻസ്. ആക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, ഷീ ഡിഡൻറ്റ് ലൈക്ക് ദെം, സോ ഐ ക്ലാരിഫൈഡ് ഹെർ ഫീഡ്ബാക്ക് ആൻഡ് റീഡിസൈൻഡ് ദ ഇമെയിലർ. റിസൾട്ട് എന്തായിരുന്നു, ഷീ അപ്രൂവ്ഡ് ദ ഫൈനൽ വേർഷൻ ആൻഡ് ഐ ലേൺ ടു കൺഫേം റിക്വയർമെൻറ്റ്സ് അപ്പ് ഫ്രണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ കോച്ചിങ് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.